നിങ്ങൾ മറന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച ഇ.ഡി. ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കി. ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെതിരെയാണ് കേന്ദ്രത്തിന്റെ നടപടി. എങ്ങനെ? കൈക്കൂലി അടക്കം നിരവധി ആക്ഷേപങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് നടപടി. അപ്പോ അതാണ് ഒരു നീണ്ട കാലഘട്ടം LDF സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഉൾപ്പെടെ വലതുപക്ഷം വേട്ടയാടി ആഘോഷിച്ചൊരു കേസാണ് സ്വർണ്ണക്കടത്ത് കേസ്. തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും പിണറായി വിജയനിലേക്ക് ആ കേസിനെ എത്തിക്കാൻ കഴിഞ്ഞില്ല. പറയാനുണ്ടായിരുന്ന പേര് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റേതായിരുന്നു. അവസാനം ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ശിവശങ്കർ അതിലില്ല. അന്ന് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായ പണിയെടുത്തയാളാണ് കൈക്കൂലി കേസിൽ പുറത്താക്കപ്പെട്ട ED ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ. ED ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്നും നീക്കി. കൈക്കൂലി അടക്കം നിരവധി ആക്ഷേപങ്ങളിൽ രാധാകൃഷ്ണനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് നിർബന്ധിത വിരമിക്കലിന് നിർദ്ദേശം. ED എന്ന അന്വേഷണ ഏജൻസിയുടെയും അതിലെ ഉദ്യോഗസ്ഥരുടെയും വിശ്വാസ്യതയ്ക്ക് നമുക്ക് മുന്നിലുള്ളൊരു ഉദാഹരണം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് EDയുടെ പത്രക്കുറിപ്പിനെ കുറിച്ചാണ്. CMRL 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ വ്യാജ പണച്ചെലവുകൾ കാണിച്ചതായും ഈ തുക വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകാൻ ഉപയോഗിച്ചതായും SFIO അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാണ് പത്രക്കുറിപ്പിലെ വരികൾ. ഇതിൽ വീണ കൈപ്പറ്റി എന്ന് പറയുന്നത് 2.78 കോടി രൂപ. ഇതിനുള്ള സേവനം കമ്പനിക്ക് കിട്ടിയെന്ന് CMRL അധികൃതർ തന്നെ ആദ്യം പറഞ്ഞിരുന്നു. പിന്നീട് അത് മാറ്റി പറഞ്ഞു. അത് ജാള്യത മറിക്കാൻ ED പറയിപ്പിച്ചതാവാനും വഴിയുണ്ട്. ഇനി ഈ 2.78 കോടി രൂപ മാറ്റി നിർത്തിയാൽ 182 കോടിയിൽ ബാക്കി 179.22 കോടി ഉണ്ടല്ലോ. ഈ പണത്തെക്കുറിച്ച് ED അന്വേഷിക്കുകയോ ആശങ്കപ്പെടുകയോ ചെയ്യുന്നില്ലല്ലോ. അതെന്താണ് അങ്ങനെ? ഞങ്ങൾ ഫണ്ടുകൾ പിരിച്ചിട്ടുണ്ട്. ആ പിരിച്ച ഫണ്ടുകളുടെ എല്ലാം വിവരങ്ങൾ പാർട്ടി അക്കൗണ്ടിലുള്ളതാണ്. പാർട്ടി സംഭാവന വാങ്ങിയ റെസീറ്റും കൊടുത്തിട്ടുണ്ടാവും, അക്കൗണ്ടും ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾക്ക് പണം തന്നുകൊണ്ട് പരിസ്ഥിതി ബോർഡിന് കേസെടുക്കാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ എൻ്റെ കാര്യം നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്ന കാലത്തെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഏത് അന്വേഷണം നടക്കുന്നതിന് ഞാൻ എതിരായിരുന്നില്ല. ഇപ്പോഴും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നില്ല, നമുക്ക് വേറൊരു സന്ദർഭത്തിൽ പറയാം. ഈ പ്രതികരണങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. CMRL നിന്നും പണം പാർട്ടിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടെന്ന ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണങ്ങൾ അവരിപ്പോഴും നിഷേധിച്ചിട്ടില്ല. ആ പണത്തെക്കുറിച്ച് EDക്ക് അന്വേഷിക്കേണ്ടേ? 2016 മുതൽ 2019 വരെ CMRLും വീണ വിജയനും തമ്മിലുണ്ടാക്കിയ ഒരു സേവന കരാറിന്റെ ഭാഗമായി ലഭിച്ച പണം 2020 ജൂൺ 15 ശേഷം തന്റെ പങ്കാളിയായി വന്ന മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ട് വഴി കൈമാറി എന്ന വാർത്ത എഴുതുന്നവർക്കും വ്യാഖ്യാനിക്കുന്നവർക്കും ഇന്ന് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയും വ്യവസായ മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിയും വാങ്ങി എന്ന് സമ്മതിച്ച കോടികൾ എന്തിനു വേണ്ടിയാണെന്ന സംശയം തോന്നാത്തത് എന്തുകൊണ്ടാണ്?